നിനക്കേ ഈ കാട്ടിബ്രാഹി എന്ന് പറഞ്ഞ ആളെ അറിയാം? നിന്റെ സുഹൃത്താണോ? അതെ അതെ. ഈ കാട്ടിബ്രാഹി ആദ്യമായിട്ട് ചെയ്ത തൊഴിൽ എന്താണെന്ന് അറിയാം? അതിന് മുമ്പ് പശുവായിരുന്നു. അവൻ പശു എന്നല്ല, പശുക്കച്ചവടം അല്ല, പശുവിനെ വളർത്തുന്നതായിരുന്നു അവന്റെ തൊഴില്. ഈ കാട്ടിബ്രാഹിക്ക് ചെറുപ്പത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് അവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിടക്കുമ്പോ അവനൊരു കാര്യമുണ്ട്, അവന് ഒറ്റ തുണി ഇടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിക്കറെന്നല്ല, ഒരു സാധനം ഇടുവല്ല, അങ്ങനെ കിടന്നുറങ്ങും. ചെറുപ്പം തൊട്ട് അങ്ങനെ. ചിലപ്പോ നിന്റെ അതെന്താന്ന് അറിയത്തില്ല, ചിലപ്പോ നിന്നെ കുഞ്ഞുനാൾ തൊട്ട് നീ തുണിയില്ലാതെ കിടന്ന് അല്ല ഡ്രസ്സില്ലാതെ കിടന്ന് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴാ വലുതാകുന്നെന്ന് അറിയില്ല. ആയാലും വന്നിട്ട് പറയണം അത് വലുതായെന്ന്. അതൊന്നല്ല സംഭവം. ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അത് സ്ഥിരമാകുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. അപ്പം അവൻ പിന്നെ അതുപോലെ തന്നെ അവന് രാവിലെ 7 മണിക്ക് പാല് മേടിക്കാൻ പോയി വന്ന് ആദ്യം അവന് എഴുന്നേൽക്കുമ്പോഴേ ചായ വേണം. പശുവില്ല അന്നേരം. പശുവില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവൻ പിന്നെ അവന്റെ പ്രത്യേക ഹാളിലാണെങ്കിലും ഇവൻ തുണിയില്ലാതെ കിടക്കുന്നത്. ഇപ്പൊ രാവിലെ ആണെങ്കിലും അമ്മ എഴുന്നേറ്റ് വരുമ്പോൾ, അമ്മയാണെങ്കിലും മോശമല്ലേ, അമ്മ ഇവനെ കാണാൻ വരുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അമ്മ കിടക്കുന്ന കമ്പിളി എടുത്തിട്ട് ഇങ്ങനെ വരുന്നത്, എന്നിട്ട് അവനെ കുഴപ്പിക്കും. അല്ലാതെ രാവിലത്തെ കണി അത് കാണാൻ പറ്റും, വേറെ ആരും കാണണ്ടല്ലോ എന്നുണ്ട്. ഈ കാട്ടുപ്രായി ഒരു ദിവസം അവൻ ഒരു അബദ്ധം പറ്റി, അവനെ പോലീസുകാരിട്ട് ഓടിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇവൻ ചാടി ഇറങ്ങി ഓടി. സ്വപ്നത്തിൽ ഒതുക്കി കണ്ടു. കാരണം 7 മണിക്ക് എഴുന്നേക്കാറായി ഇങ്ങനെ വന്നപ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. ഇവനങ്ങ് ഓടിയപ്പോഴത്തേക്ക് ഈ പാല് മേടിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുമല്ലോ, ഇവരുടെ മുമ്പിൽ കൂടെ ഇവൻ തുണിയില്ലാതെ അങ്ങ് ഓടി. ഓടിച്ചോ, കാരണം രാവിലെ അങ്ങ് ഓടുക, പാല് മേടിക്കാനാണെന്ന് ഉള്ള രീതിയിലാണ് ഓടുന്നത്. അതായത് വഴിയിലെല്ലാം സ്ത്രീകളെ നിൽക്കുക, അതിന്റെ ഫ്രണ്ടിൽ കൂടെ അവനങ്ങ് ഓടി. അവൻ ഓടിയിട്ട് തിരിച്ചു വന്നില്ല. കാരണം അപ്പൊ അവൻ എഴുന്നേറ്റു. അവന് ചെന്ന് പശുക്കൂട്ടി കയറിയിരുന്നു. പശുക്കൂട്ടി വിളിച്ചിരിക്കുക, ഒരു വേറൊരു വീട്ടിൽ പശുക്കൂട്ടി. അപ്പം അവന്റെ അച്ഛൻ വിചാരിച്ചെന്നറിയോ, ഇവന് പാലിനോട് ഇത്ര ആഗ്രഹം ഉള്ളതുകൊണ്ട് തുണി പോലും എടുക്കാതെ പശുവിന്റെ കറന്ന് കുടിക്കാനങ്ങാണ്ട് പോയതാണെന്നോർത്ത് ഒരു പശുവിനെ മേടിച്ചു കൊടുത്ത് അവനെ വീട്ടിൽ നിർത്തി. പിന്നെ അവൻ പശുകൃഷിയിൽ വലിയവനായി. അങ്ങനെയാണ് കാട്ടിപ്രായി പശുവിനെ വളർത്തി ലാഭം ഉണ്ടാക്കിയത്. അങ്ങനെ അവൻ പശുവിനെ വളർത്തിയത്. ഒരുപാട് കഥ. അതിന്റെ പശു പ്രസവിച്ചു, അതിന്റെ കുഞ്ഞുണ്ടായി. അച്ഛൻ ബുദ്ധിമുട്ടാണെ പോലും പശുവിനെ വിൽക്കാൻ സമ്മതിക്കല്ലോ, കാരണം ഇവൻ ഇനി എന്നാ തുണിയില്ലാതെ കൊടുക്കുന്നത്. ഇവനെ ഞാൻ ചെല്ലുമ്പോ ആ കഥ കണ്ടില്ല. ഞാൻ ചെല്ലുമ്പോ ഇവൻ ചോറ്റാ സ്കൂളിൽ പഠിക്കുക, പല പ്രാവശ്യം തോറ്റ് പഠിക്കുക. ഞാൻ ഇതുവരെ ഒരു ക്ലാസ് തോറ്റിട്ടില്ല. എന്നെ ഒരു ചെറിയ ശിക്ഷയുടെ ഭാഗം ഒന്നാം ക്ലാസ്സിൽ തോപ്പിക്കില്ല. അല്ല, 1ാം ക്ലാസ്സിൽ വീണ്ടും കൊണ്ടിരുത്തി 1ാം ക്ലാസ്സിൽ വെച്ച് കുസൃതി കാണിച്ചോണ്ട് ടിന്റുപോയി, നമ്മൾ ടിന്റുപോൻ മാസ്റ്റർ ടിന്റുപോൻ പാട്ടൊക്കെ പറഞ്ഞ നമ്മൾ മാസ്റ്റർ ടിന്റുപോൻ എന്നോട് പിണങ്ങി. അപ്പൊ നമ്മുടെ നിന്റെ ചേട്ടനാണോ അനിയനാണോ? രഞ്ജു അനിയൻ. അപ്പൊ രഞ്ജു അന്ന് സെന്റ് സെബാസ്റ്റ്യനിൽ കണ്ടോ ബസ് വരുന്ന നമ്മൾ നോക്കിക്കും. അപ്പൊ അവൻ വന്നു, ഞാൻ ടിന്റുവിനോട് പിണങ്ങിയല്ലോ, ഇവനോട്ട് പോകത്തുമില്ല. ഞാൻ അവനോട് ചോദിച്ചാ നമ്മുടെ ലക്ഷം വീണ്ടും തിരിഞ്ഞില്ലോ ചോദിച്ചു. രഞ്ജു അവനോട് എന്നോട് പിണങ്ങിയില്ല, എന്നെ ചോദിച്ചു. ഇവൻ ഒരു കല്ലിൽ തൊട്ടേറ് കൊടുത്ത കാണാം. ഞാൻ ഒരു മാങ്ങായിക്കട്ട് എറിഞ്ഞാൽ പോലും വീഴത്തില്ല. ഒറ്റയേറ് ടിന്റുപോലെ ഇവിടെ ഒരു ചെറിയ പാട് ഇപ്പോഴും ഉണ്ട്. അന്ന് ഞാൻ പള്ളി സ്കൂളിൽ പഠിക്കുക, പാമ്പപ്പള്ളി സ്കൂളിൽ പഠിക്കുക. എന്നെ മാറ്റി നേരെ സുകുമാര സാറിന്റെ അവിടെ കൊണ്ടാക്കി. വീണ്ടും ഒന്നില്ല, അവിടെ ഒന്ന് ജയിക്കണ്ടായിരുന്നു. അപ്പൊ 1 വർഷം എന്നെ അങ്ങ് പോയതുള്ളൂ, എല്ലാം തോറ്റിട്ടൊന്നുമില്ല. ഇടയ്ക്ക് നീ പറയണ്ട. അല്ല അങ്ങനെ തോറ്റിട്ടൊന്നുമില്ല. ഈ ബുൾസൈ ഇവൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചെന്നിട്ട് ഇവിടെ വല്ലതും കഴിക്കാം എന്ന് പറഞ്ഞ തൂപ്പാലം നൈറ്റോടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു പൊറോട്ട എന്ന് പറഞ്ഞു. പൊറോട്ട മേടിച്ചു. നല്ല വിശപ്പുണ്ട്, എനിക്കും ഉണ്ട്, അവരുണ്ട്. കഴിച്ചോണ്ടിരുന്നപ്പോൾ നമ്മൾ 2 ഡബിൾ ബുൾസൈ പൊറോട്ട എന്ന് പറഞ്ഞു. നമ്മളോർത്ത് എന്ത് വെറൈറ്റി സാധനം, ബുൾസൈ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് പോലും അറിയില്ല. ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം. ബുൾസൈ ഇങ്ങനെ വന്ന് 2 ബുൾസൈ വരുമ്പോൾ 2 ഉണ്ണി അടിയിൽ നടക്കുമല്ലോ, അങ്ങനെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കാട്ടുപ്രായം എടുക്കാൻ പറഞ്ഞു, ഇതുപോലത്തെ പന്നക്കട കയറേണ്ട കാര്യമുണ്ടല്ലോ. നമ്മുടെ എന്നല്ല ഈ മുട്ട വെന്തിട്ടില്ല, ബുൾസൈ എന്നാന്ന് അറിയുന്നില്ല. അതുപോലെ ഒരുപാട് കോമഡി ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞത് ബുൾസൈയാ, എന്നേലും ആയിക്കോട്ടെ, ഇത് വെന്തില്ല, ഇത് മുട്ട കഴിക്കാതെ പിന്നെ എന്തിനാ? അയ്യോ,
അങ്ങനെ ഒരുപാട് കേസുണ്ട്. അവന്റെ കഥകള് നമ്മൾ കുറച്ച് പറയാറുണ്ട്. അവന്റെ ഒരുപാട് കഥയുണ്ട്. നമുക്ക് അവന്റെ കഥ രണ്ടെണ്ണം പറയാം.